പ്രശാന്ത് നീൽ ജൂനിയർ NTR സിനിമയായ ഡ്രാഗൺ സിനിമയുടെ ഗ്ലിംസ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. മലയാളത്തിലടക്കം സിനിമയുടെ ഗ്ലിംസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഡ്രാഗൺ സിനിമയുടെ ഗ്ലിംസ് വന്നതിന് ശേഷം ജൂനിയർ NTRൻ്റെ ലുക്കിനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നന്നായിട്ട് മെലിഞ്ഞിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം ഈ ഒരു ഫേസിൽ. അതുപോലെ ബിജു മേനോനും ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലിംസ് വീഡിയോയിൽ അദ്ദേഹത്തിനെ കാണിക്കുന്നുണ്ട്. ഡ്രാഗൺ എന്ന സിനിമയെ പറ്റി പ്രശാന്ത് നീൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരദ്വാജിൻ്റെ ഇൻ്റർവ്യൂവിലാണ് പ്രശാന്ത് നീൽ ഡ്രാഗൺ എന്ന സിനിമയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ഡാർക്കായിട്ടുള്ള ഒരു വേൾഡ് ഈ ഒരു സിനിമയിലൂടെ അവസാനിക്കുകയാണെന്നും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. ഞാൻ ഇതുവരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും ഡാർക്കസ്റ്റ് ക്യാരക്ടറാണിത്. ഈ ക്യാരക്ടർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ന്യായീകരിക്കാൻ സിനിമയുടെ അവസാനം ഞാൻ എഴുതിയ ഒരു രംഗത്തിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് 3 വർഷമെടുത്തു. നിങ്ങളിതുവരെ കണ്ടതെല്ലാം ഒരു സെറ്റിംഗ് മാത്രമാണ്. എന്നാൽ ഈ ഒരു സിനിമയുടെ യഥാർത്ഥ ഡ്രാമ എന്തെന്നാൽ നിങ്ങളിതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പാട്രിയോട്ടിക് മൂവി നിർമ്മിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതെൻ്റെ ട്രയോളജിയിലെ അവസാന ചിത്രമാണ്. അതായത് ആളുകൾ കളിയാക്കി വിളിക്കുന്ന പ്രശാന്ത് നീലിൻ്റെ കരിപ്പൊടി യൂണിവേഴ്സ് ഈ ഒരു സിനിമയിലൂടെ അവസാനിക്കുകയാണ്. ഇങ്ങനൊരു ജോണർ ഞാൻ അവസാനമായി കൈകാര്യം ചെയ്യുന്നത് ഇതിലായിരിക്കും. കളർ പാലറ്റ് കാരണം ഈ 3 സിനിമയുടെയും കാഴ്ച ഒരുപോലെ ഇരിക്കുമെങ്കിലും ആ സിനിമകൾ പറയുന്നത് വ്യത്യസ്ത കഥകളാണ്. ഈ ട്രയോളജിക്ക് ശേഷം ഞാൻ കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള സിനിമകൾ ചെയ്തേക്കാം. ഞാനൊരു മിത്തോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. അത് സിനിമയാക്കാൻ ഞാൻ 2 പതിറ്റാണ്ടുകളായി ആഗ്രഹിക്കുന്നു. ഞാൻ ഇപ്പോഴുള്ള എല്ലാ പ്രൊജക്റ്റുകളും പൂർത്തിയാക്കിയതിന് ശേഷം ചെയ്യാൻ പോകുന്നത് ആ ഒരു സിനിമയായിരിക്കും. എന്തായാലും ഡ്രാഗൺ സിനിമ റിലീസ് ചെയ്യുന്നത് അടുത്ത വർഷം ജൂൺ 11-നാണ്. അപ്പോൾ ഡ്രാഗൺ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് കേട്ട് കാത്തിരിക്കുക.